അഞ്ചാം ഭാഗം. പറയുന്നത് OK ശൈലജ ടീച്ചർ, വിഷ്ണുമംഗലം, കോഴിക്കോട്. വിഷയം ഇതാണ്: വേലി തന്നെ വിളവ് തിന്നാൻ. കാഞ്ചീരവം റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഞാൻ OK ശൈലജ ടീച്ചർ, കോഴിക്കോട്, വിഷ്ണുമംഗലം. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെയധികം വേദനിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അതായത്, വേലി തന്നെ വിളവ് തിന്നാൽ എന്ന ഒരു ചൊല്ല് നമ്മൾ കേട്ടിരിക്കും. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത്, വിദ്യാർത്ഥികളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടവരാണ് അധ്യാപകർ. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അധ്യാപകർ ലഹരി വിറ്റ് പോലീസ് പിടിയിലായിരിക്കുകയായിരുന്നു. 3 സ്ത്രീകളായ അധ്യാപികമാരാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലഹരി ഉപയോഗിക്കുന്നവരെയും അത് വിൽക്കുന്നവരെയും വ്യാപകമായി ഗവൺമെന്റ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറെ കാലമായെങ്കിലും ഇപ്പോഴാണ് ഇവർ അധികൃതരുടെ പിടിയിലായിരിക്കുന്നത്. എന്താണ് അവസ്ഥ? നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കാരണം ഒരു നാടിനെ നിർമ്മിക്കുന്നതും നശിപ്പിക്കുന്നതും ഒരേ കൈകൾക്ക് സാധിക്കും എന്നതിലേക്കാണ് ഈ വാർത്ത നമ്മെ ചിന്തിപ്പിക്കുന്നത്. ലഹരി വിറ്റ അധ്യാപകർ പിടിയിലായതോടൊപ്പം തന്നെ അവരെ സർവീസിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ സർവീസിൽ നിന്നും പുറത്താക്കിയെങ്കിലും അവർ ഉണ്ടാക്കി വെച്ച മുറിവ് അതെത്രത്തോളം ഭീകരമാണ് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു ഉൾഭയം നമ്മളിൽ ഉണ്ടാവുകയാണ്. കാരണം ഈ വാർത്തയുടെ പിന്നിൽ എത്ര കുടുംബങ്ങളുടെ കണ്ണീരുണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? 1, 2, 3 അധ്യാപകർ ചെയ്യുന്ന തെറ്റിന് ഒരധ്യാപക സമൂഹമാണ് ഇപ്പോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. അതായത്, സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വന്നിരിക്കുകയാണ് അധ്യാപക സമൂഹത്തിന്. അധ്യാപകർ എന്നാൽ ആരാണ്, എന്താണ് എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു സ്കൂളിന്റെ പേരിനൊപ്പം എന്നേക്കുമായി കറ പറ്റിയിരിക്കുന്ന ആ സ്കൂളിലെ മറ്റധ്യാപകർ പോലും ഇതിനു വേണ്ടി ഇപ്പം മീഡിയാസിനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പെടാപ്പാട് വിടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും ഇതിന്റെ പിന്നിൽ എത്രത്തോളം ആളുകളുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ഓരോരുത്തരെയായിട്ട് 3 പേരെ കണ്ടു. അപ്പോൾ ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, രക്ഷിതാവിനും അധ്യാപകരോടുള്ള ആ വിശ്വാസം തകർന്നിരിക്കുകയാണ്. അധ്യാപനം എന്നത് ഒരു മഹത്തായ തൊഴിലാണ്. എല്ലാ തൊഴിലിനും മഹത്വമുണ്ട്, ഒന്നിനും മഹത്വമില്ലെന്നല്ല. പക്ഷേ അധ്യാപനത്തിന് ഒരു പ്രത്യേകത വേറെ തന്നെയാണ്. അങ്ങനെയുള്ള അധ്യാപനം എന്ന മഹത്തായ തൊഴിലിന്റെ മഹത്വമാണ് ഈ കുലടകൾ കളഞ്ഞിരിക്കുന്നത്. ഇവർ നാരീജന്മത്തിന് തന്നെ അപമാനമാണ്. ഇവരെ ഏറ്റവും വലിയ ശിക്ഷ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ ചെറിയ ശിക്ഷയൊന്നും പോരാ. ഇവർക്ക് നീതിപീഠം ഏറ്റവും വലിയ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് നമ്മുടെ ഏവരുടെയും മനസ്സിന് ആഗ്രഹിക്കുന്നത്. കാരണം ഗുരു എന്ന ശ്രേഷ്ഠ പദത്തെ ഏറ്റവും ഹീനമാക്കിയിരിക്കുകയാണ് ഇവർ. ഇവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയേയില്ല. ഒരു കാരണവശാലും ഇവർ നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പാടില്ല. അതായത്, മാതാപിതാ ഗുരു ദൈവം എന്ന ഭാരതീയ സംസ്കാരത്തിനാണ് വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. അക്ഷന്തവ്യമായ ഈ കുറ്റത്തിന് ഇവരെ എന്തു ചെയ്യണമെന്നോ? ജനമധ്യത്തിൽ നിർത്തി കല്ലെറിഞ്ഞ് കൊല്ലണം. കാരണം കുഞ്ഞുങ്ങളെ നേർവഴി നടത്തേണ്ടവരാണ് ഇങ്ങനെ ദുർമാർഗത്തിലൂടെ
സഞ്ചരിച്ച് അന്യായമായി പണം സമ്പാദിച്ച് ആഡംബര ജീവിതം നയിക്കുന്നത്. ഇവരെയാണോ നാളെ കുഞ്ഞുങ്ങൾ മാതൃകയാക്കേണ്ടത്? അറിവ് പകർന്നു നൽകേണ്ടവർക്ക് ചെയ്യുന്ന ജോലിയുടെ വേതനം പറ്റി ജീവിച്ചാൽ പോരെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ചിട്ട് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകണമായിരുന്നു. അല്ലാതെ ഒരു രാജ്യത്തെ ജനതയെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന മയക്കുമരുന്ന് വിറ്റ് പണം സമ്പാദിച്ച് സുഖിച്ച് ജീവിക്കാനല്ല ലക്ഷ്യമിടേണ്ടത്. അല്ലെങ്കിൽ അവർ അധ്യാപക ജോലിയിൽ നിന്ന് ആദ്യം ഒഴിവായി നിൽക്കണമായിരുന്നു. ഇത് ഒരു മുഖമറയായി നല്ല പേര്, കാരണം ആരും വിശ്വസിക്കുക അധ്യാപകനെയാണ്. മറ്റാരെയും വിശ്വസിച്ചില്ലെങ്കിലും കുട്ടികളായാലും സമൂഹമായാലും അധികൃതരായാലും സർക്കാർ തന്നെയും നീതിപീഠം തന്നെയും ഏറ്റവും വിശ്വാസം കൊടുത്തിരിക്കുന്ന ഒരു സമൂഹമാണ് അധ്യാപക സമൂഹം. കാരണം അവർ കൈകാര്യം ചെയ്യുന്നത് നാളെയുടെ വാഗ്ദാനങ്ങളെയാണ്. അപ്പൊ അവരുടെ കയ്യിലും തങ്ങളുടെ നാളത്തെ പൗരന്മാർ സുരക്ഷിതരാണ് എന്നൊരു വിശ്വാസമാണ് ഇവിടെ തകർന്നിരിക്കുന്നത്. ഇവരെ എന്തു ചെയ്യണം? നമ്മൾ ആലോചിച്ചു നോക്ക്. വിദ്യാലയം എന്നത് സരസ്വതി ക്ഷേത്രമാണ്. അറിവേകും അധ്യാപകർ മാതാപിതാക്കൾക്കും ദൈവത്തിനും തുല്യമാണ്. മാതാപിതാ ഗുരു, ഗുരു കഴിഞ്ഞിട്ടാണ് ദൈവം എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നത്. അപ്പൊ അത്രയും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവരാണ് ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്തിരിക്കുന്ന. ഒരു കൂസലുണ്ടായ അവർക്ക് മാത്രം മൂല്യം കൽപ്പിച്ച ഇവരെ അർഹിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയമാക്കിയില്ലെങ്കിൽ നമ്മുടെ നാടിന് വലിയൊരു അധപ്പതനമാണ് സംഭവിക്കാൻ പോകുന്നത്. വിദ്യാലയം എന്ന് പറയുന്നിടം മറ്റൊരർത്ഥത്തിൽ അമ്മയുടെ ഗർഭപാത്രം പോലെയാണ്. അവിടെ നിന്നാണ് നാളത്തെ പൗരന്മാർ പിറവി കൊള്ളുന്നത്. അറിവിനോടൊപ്പം സദാചാരവും ധാർമ്മിക മൂല്യങ്ങളും മാതൃകയായി നൽകി ഒരു കുട്ടിയെ രാഷ്ട്രത്തിന്റെ ഭരണതന്ത്രജ്ഞന്മാരും സൈന്യാധിപന്മാരും ഒക്കെ ആയിത്തീരാൻ പ്രാപ്തരാക്കേണ്ട പ്രധാന ഉത്തരവാദിത്വവും ധാർമ്മിക ബോധവും ഉണ്ടായിരിക്കേണ്ട അധ്യാപകർ ഇത്തരം ഹീനകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അധപ്പതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തന്നെ തകരാറാകും. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർ എന്ന ബഹുമാന്യ വ്യക്തിയോടുള്ള ആദരവും വിശ്വാസവും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? പണത്തിനോടുള്ള അത്യാഗ്രഹവും ആഡംബര ജീവിതത്തിനോടുള്ള ആസക്തിയുമാണ്. പിന്നെ ഇവർക്കുള്ള ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ, ഇത് പലരും ചെയ്യുന്നുണ്ട്, നമ്മൾ പലരും പലതും നമ്മൾ അറിയുന്നില്ല. കുറച്ചു ദിവസം മുമ്പിട്ട് ഒരു അഭിഭാഷകനെയും ഇതുപോലെ പിടിക്കപ്പെട്ടിരുന്നു. അതായത് സമൂഹത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്നവരാണ് അതിന്റെ മറവിൽ ഈ ലഹരി വാഹകരായിട്ടും ലഹരി ഉപയോഗിക്കുന്നവരുമായി തീർന്നിരിക്കുന്നത്. കാരണം വൻ പണം നേടാൻ എത്രയും എളുപ്പമുള്ള വഴി. കാരണം അധ്വാനിക്കാതെ നേടാം. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന വിപത്ത്, രാജ്യത്തിനുണ്ടാകുന്ന വിപത്ത് എത്രത്തോളമാണെന്നുള്ളതിന്റെ ഗൗരവം ഇവർ മറന്നു പോവുകയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മനസ്സിലായത് ഇവർ ടാർഗറ്റ് ചെയ്തത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കുട്ടികളെയാണെന്നാണ്. ഇത്തരം ഒരു അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതായത് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇതുവരെയും വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം എന്നാണ് രക്ഷിതാക്കളോടും അധ്യാപകരോടും സമൂഹത്തിനോടൊക്കെ പറഞ്ഞത്. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ വിദ്യാർത്ഥികളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അധ്യാപകരെയും ശ്രദ്ധിക്കണം. എന്നുവെച്ച് എല്ലാരെയും സംശയദൃഷ്ടിയോടെ കാണുക എന്നതും ശരിയല്ല. ഒരാൾ അയാളുടെ വരുമാനത്തിലും ഉപരിയായി ആർഭാടമായി ജീവിക്കുന്നുണ്ടോ, സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടികളിൽ എന്ന പോലെ തന്നെ. എന്നിട്ട് അവരെ അത് നമ്മൾ ശ്രദ്ധിച്ച് ശരിക്കും തക്കതായ തെളിവ് കിട്ടിയാൽ മാത്രം, അല്ലാതെ ഊഹം വെച്ചിട്ടൊന്നും അവരെ വ്യക്തിഹത്യ ചെയ്യാനൊന്നും പാടില്ല. അവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അവരെ ബോധവൽക്കരണം നടത്തുക. എന്നിട്ടും അവർ
അത് നമ്മുടെ നല്ല വഴിക്ക് വരുന്നില്ലെങ്കിൽ അധികാരികളെ ഏർപ്പാടാക്കുക. അപ്പം നമ്മൾ എല്ലാവരോടും നല്ല സൗഹൃദത്തിൽ തന്നെ നിൽക്കുക. അതേസമയം ആ സൗഹൃദം നമ്മൾ ദുരുപയോഗപ്പെടുത്തരുത്. നമ്മളെ ചൂഷണം ചെയ്യാനും ദുരുപയോഗപ്പെടുത്താനും നമ്മൾ നിന്നുകൊടുക്കുകയും ചെയ്യരുത്. അതൊക്കെ ശ്രദ്ധിക്കുക. അതായത് ജാഗ്രതയോടെ ആയിരിക്കണം ഇനിയുള്ള ഓരോ ദിവസങ്ങളും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് അർത്ഥം. ഇപ്പം അധ്യാപകർ മാത്രമായിരിക്കണ്ട, നാളെ ഇപ്പം മറ്റ് തൊഴിൽ മേഖലകളിലുള്ളവരും ഇതിൽ പെടുന്നുണ്ടോ എന്ന് നമ്മൾ അറിയില്ല. അപ്പോൾ എല്ലാവരെയും നമ്മൾ പരസ്പരം ശ്രദ്ധിക്കുക തന്നെ വേണം. അങ്ങനെയാണ് ലോകത്തിന്റെ അവസ്ഥ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് അർത്ഥം. ആരും ഇതിൽ നിന്ന് കൈയൊഴിഞ്ഞ് ഞാൻ നല്ലതാണ്, ഇനി മറ്റവരെന്തായാലും എനിക്കൊന്നുമില്ല എന്ന മട്ടിൽ പോവരുത്. അനാവശ്യമായി ആരെയും സംശയിക്കുകയോ അവരെ പറ്റി മോശം അഭിപ്രായം പറയുകയോ വെറുതെ പരാതി കൊടുക്കുകയോ ഒന്നും അതും ചെയ്യരുത്. പിന്നെ അയൽപക്കത്തെ കുട്ടിയല്ലേ, ആ കുട്ടി എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കരുത്. അതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് വേണ്ടപ്പെട്ടവരെ അറിയിക്കണം. ഇന്ന് ഉണ്ടായ ഈ മുറിവ്, ഈ ദുഷ്പേര് മാറ്റിയെടുക്കാൻ നമ്മൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ കുട്ടികള് മാർക്ക് കുറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ പോരാ, അവരുടെ കൂട്ടുകാരാരാണെന്നും കൂടി നമ്മൾ രക്ഷിതാക്കളും അറിയണം, അധ്യാപകരും അറിയണം. അതുപോലെ തന്നെ അധ്യാപകരും ആരോടൊക്കെ അതൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, എന്നാലും നമ്മൾ പരസ്പരം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു 3 അധ്യാപകരെ നമ്മൾ ഇങ്ങനെ ഒരു ലഹരി വേട്ടയുമായി പിടിക്കപ്പെട്ടെങ്കിലും കേരളത്തിലെ 99% അധ്യാപകരും ഇപ്പോഴും നല്ലവർ തന്നെയാണ്. അതുകൊണ്ട് ആ വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. അവരെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നതോ അല്ലെ അവരെ വിശ്വാസക്കുറവോ ഉണ്ടാവുകയോ ചെയ്യാതെ മറ്റ് ഈ 1% പേരിൽ ഉള്ളവരെ ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി തിരുത്തി എടുക്കേണ്ടത് നമ്മുടെയും കൂടി കടമയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ബന്ധപ്പെട്ടവരുമായി കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുണ്ട്. 112 എന്ന നമ്പർ സേവ് ചെയ്ത്, അതുപോലെ DO ഓഫീസിന്റെ നമ്പർ, ഇതൊക്കെ നമ്മുടെ അടുത്തുണ്ടായാൽ, പിന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ലഹരി വിരുദ്ധ ഹെൽപ്പ് ലൈനുണ്ട്, അതിലൊക്കെ അറിയിച്ചാൽ അവർ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തുകൊള്ളും. നമ്മുടെ ഐഡന്റിറ്റി അവർ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ സമൂഹത്തെ എല്ലാം ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കഴിയുമെന്നതിന് ഉറപ്പാണ്. എല്ലാവർക്കും അഭിമുഖമാണ് ഇനി. രഘുത്തമൻ പച്ചാളവുമായി കാഞ്ചിയോട് ജയൻ നടത്തി. രഘുത്തമൻ പച്ചാളത്തിന്റെ ക്യാപ്സൂൾ കവിത.